ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഹ്യുണ്ടായി i20യിലെ റീസെന്റ് ലോഞ്ച് ചെയ്ത മാഗ്ന IVT ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. i20യുടെ സെക്കൻഡ് വേരിയന്റ് ആയ മാഗ്ന വേരിയന്റ് തൊട്ട് ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഒരു IVT ഓട്ടോമാറ്റിക്കോട് കൂടി വരുന്ന പ്രീമിയം ഹാച്ച്ബാക്ക് i20 മാത്രമാണ്. മറ്റെല്ലാ മാനുഫാക്ചേഴ്സിന്റെ വാഹനങ്ങളിലും ഈ ഒരു ബഡ്ജറ്റിൽ AMT ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. i20 മാഗ്ന വേരിയന്റിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ റീസെന്റ് രണ്ട് പുതിയ വേരിയന്റുകളാണ് ഹ്യുണ്ടായി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് മാഗ്ന എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് മാഗ്ന വേരിയന്റിനേക്കാളും പ്രൈസ് കുറവിൽ കുറച്ച് ഫീച്ചേഴ്സ് കട്ട് ചെയ്ത് ഒരു പുതിയ വേരിയന്റും, പിന്നെ വന്നിരിക്കുന്നത് മാഗ്ന ഈ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഇത് IVT ഓട്ടോമാറ്റിക് തന്നെ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. മറ്റ് പല മാനുഫാക്ചേഴ്സും പ്രീമിയം ഹാച്ച്ബാക്കിൽ AMT കൊടുക്കുമ്പോൾ ഹ്യുണ്ടായി ആ IVT തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് ഒരു സിമിലർ ലുക്ക്, അല്ലെങ്കിൽ ബേസ് വേരിയന്റ് തൊട്ട് സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റ് വരെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ് ഒക്കെ ആയിട്ട് ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ ഈ ഒരു കളർ ഒരു ബ്ലൂയിഷ് കളറാണ്. ഇപ്പോൾ ദൂരെന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ടോപ്പ് എൻഡിന്റെ സിമിലർ ആയിട്ട് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് പാർക്ക് ലൈറ്റിംഗ് കാണാം, അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഫുൾ യൂണിറ്റ് ഹാലജനായിട്ടാണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമ്മുടെ സ്പോർട്ട് വേരിയന്റുകൾ കണ്ട രീതിയിൽ LED DRLസും വരുന്നുണ്ട്. ഈ ഒരു വേരിയന്റുകളിലൊന്നും ഫോഗ് ലാമ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ടിൽ താഴെയായിട്ട് ആ സ്പോർട്ടി ലുക്ക് കിട്ടുന്ന രീതിയിൽ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. അതൊരു സിൽവർ ഫിനിഷിൽ കാണും. 170 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടോപ്പ് എൻഡിന്റെ സിമിലർ ലുക്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന്റെ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് നമ്മുടെ ലോഗോ വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു സെക്കൻഡ് വേരിയന്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അലോയ്സ് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 185, 65 or 15 ആണ് ടയർ സൈസ്. നോർമൽ ബ്ലാക്ക് സ്റ്റീൽ വീലുകളുള്ള ഒരു വീൽ കപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ഒന്നും തന്നെ വരുന്നില്ല. നടുക്ക് ഹ്യുണ്ടായുടെ ലോഗോ. ആ വീൽ കപ്പിന് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ ഓട്ടോ എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇപ്പൊ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിന്റെ കീ. നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ, ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീ ആണ് വരുന്നത്. കീലെസ് എൻട്രിയുടെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. മറ്റ് സ്പോർട്ട് വേരിയന്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ താഴെ നമുക്കൊരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ അവിടെ i20 എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ വേരിയന്റിൽ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം ലൈന് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വേരിയന്റുകൾ കാണാം. ഇപ്പോൾ സ്പോർട്ട് വേരിയന്റ് തൊട്ട് ഈ വേരിയന്റിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ B പില്ലറും C പില്ലറും ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വേറെ ഗ്ലാസുകളെല്ലാം പ്ലെയിൻ ഗ്ലാസുകളാണ്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെക്കൻഡ് വേരിയന്റ് തൊട്ടേ നമുക്ക് സൺ റൂഫ് അവൈലബിൾ ആണ്. ആദ്യം നമുക്ക് സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റാണ് സൺറൂഫ് വന്നിരുന്നത്. ഇപ്പൊ നമുക്ക് ഈ മാഗ്ന ഓട്ടോമാറ്റിക് വേരിയന്റിൽ സൺറൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ഷാർപ്പിൻ ആന്റിന കാണാം. ഈ ക്വാർട്ടർ ഗ്ലാസിന്റെ പോർഷൻ നമുക്ക് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പോർട്ടിലൊക്കെ വരുന്ന ആ ഒരു ക്രോം ലൈൻ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരു പ്രീമിയം ലുക്ക് കിട്ടാനൊക്കെ സഹായിക്കും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യാം, ഈ ടെയിൽ ലൈറ്റിന് ചുറ്റും പോയിക്കൊണ്ടിരുന്ന ക്രോം ഇൻസേർട്ട് ഈ വേരിയന്റിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് എനിക്ക് തോന്നുന്നു സ്പോർട്ട് വേരിയന്റ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ i20യിൽ നമുക്ക് ഈ വേരിയന്റിൽ സ്പോയിലർ ബാക്കിൽ വരുന്നില്ല. എനിക്ക് തോന്നുന്നു N ലൈനിൽ മാത്രമാണ് സ്പോയിലർ കൊടുത്തിരിക്കുന്നത്. ആ സ്പോയിലർ i20ക്ക് എന്താണെങ്കിലും ഒരു സ്പോർട്ടി അപ്പീൽ തരുന്നുണ്ട്. അത് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നോ നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നു. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസുകളാണ്. വൈപ്പറോ വാഷറോ ഡിഫോറോ ഒന്നും തന്നെ വരുന്നില്ല. ടൈലിലേക്ക് വന്നാൽ ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. LED ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പോർട്ട് വേരിയന്റ് തൊട്ടിട്ടാണ്. നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ക്രോം ലൈൻസ് ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് കിട്ടുക. നടുക്ക് ഹ്യുണ്ടായുടെ ഒരു ലോഗോ കാണാം. ഈ ഒരു പോർഷൻ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ റിഫ്ലക്ടേഴ്സ് കാണാം. ഇവിടെ ചെറിയൊരു സ്പോർട്ടി അപ്പീൽ കിട്ടുന്ന രീതിയിലുള്ള ലൈൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു സിൽവർ ഫിനിഷിൽ തന്നെ വരുന്നുണ്ട്. ആ ഒരു സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് തന്നെയാണ് ബാക്കിൽ വരുന്നത്. 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ് ഒന്നും തന്നെ വരുന്നില്ല. ആകെ i20 എന്ന് പറഞ്ഞ ബാഡ്ജിങ് മാത്രമാണ് ഉള്ളത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 311 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്.
അത്യാവശ്യം സൈസ് ആയിട്ടുള്ള സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. 60-40 സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. 185/70 ഇഞ്ച് വീൽസ് ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കളർ. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അകത്തെ ഡോർ ഹാൻഡിൽ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്പീക്കർ ബില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ഫാബ്രിക് സീറ്റുകളാണ്, അത് ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് വശങ്ങളിലെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് വേരിയന്റിന് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. 2 ഡ്രൈവ് മോഡുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പോർട്ട് ആൻഡ് നോർമൽ. പിന്നെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫീൽ ചെയ്യുക ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം ഒഴിവാക്കിയിട്ടുണ്ട്. നോർമൽ മാഗ്ന വേരിയന്റിൽ മ്യൂസിക് സിസ്റ്റം വന്നിരുന്നു. ഇപ്പോൾ മാഗ്ന IVT ഓട്ടോമാറ്റിക്കിലേക്ക് വന്നപ്പോൾ മ്യൂസിക് സിസ്റ്റം ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ 14,999 രൂപ കൊടുക്കുകയാണെങ്കിൽ 10 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സ്ക്രീൻ ആക്സസറി ആയിട്ട് ചെയ്യാം. അത് വാറന്റി കാര്യങ്ങളിലെല്ലാം കവേർഡ് ആയിട്ട് വരുന്ന സ്ക്രീനാണ്. അപ്പോൾ നോർമൽ മാഗ്ന വേരിയന്റിൽ 8 ഇഞ്ചിന്റെ സ്ക്രീൻ ആയിരുന്നു വന്നിരുന്നത്. ഇത് നിങ്ങൾക്ക് ഫുൾ ആൻഡ്രോയിഡ് സ്ക്രീൻ 14,000 രൂപ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ i20ലും കണ്ടുവന്നിരുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ഈ വേരിയന്റിൽ വരുന്നില്ല. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. താഴത്തെ പോർഷനിലെല്ലാം നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് സ്ക്രീൻ ആക്സസറി ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോർമൽ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഈ വേരിയന്റ് തൊട്ട് വരുന്നുണ്ട്. ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. സ്പീഡോമീറ്റർ, RPM മീറ്റർ ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് TPMS പോലെയുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസ്, ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാര്യങ്ങൾ, പിന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. ഇതിപ്പോൾ പാർക്ക് ആയതുകൊണ്ട് P എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് നിങ്ങൾക്ക് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ എംറ്റി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഷോറൂമിൽ നിന്നോ പുറത്തു നിന്നോ നിങ്ങൾക്ക് സ്ക്രീൻ ആക്സസറി ആയിട്ട് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഷോറൂമിൽ നിന്ന് ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. കാര്യം ഈ ഒരു മ്യൂസിക് സിസ്റ്റമൊക്കെ ആയിട്ട് കണക്ട്, ഈ സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വേറെ വയർ കട്ടോ സംഭവങ്ങളൊന്നും വരില്ല. ഇൻ കേസ് എന്ത് വന്നാൽ തന്നെ നമുക്ക് തിരിച്ച് ഷോറൂമിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന് താഴെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. AC വെൻസിനെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഒരു ഫിനിഷാണ് ഇവിടെ വരുന്നത്. പിന്നെ ഡാഷ്ബോർഡ് ആണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറാണ്. ടോപ്പ് വശം ഒരു ബ്ലാക്ക് ഫിനിഷും താഴെ ഒരു വൈറ്റ് ഫിനിഷിലും കൊടുത്തിരിക്കുന്നു. മാനുവൽ AC കൺട്രോൾസ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു Type-C ചാർജിംഗ് പോർട്ട് കാണാം. 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ IVT ഗിയർ ലിവർ കാണാം. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. നമുക്ക് ഒരു സൺഗ്ലാസ് ഹോൾഡറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രൈവർ സൈഡിലെ സൺവൈസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ഇപ്പോൾ ഈ വേരിയന്റിൽ ഓട്ടോമാറ്റിക് വന്നപ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് സൺറൂഫ്. നമുക്കൊരു സിംഗിൾ റിൻ സൺറൂഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. വേറെ കൂൾഡ് ഫീച്ചറോ ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 70 ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും. ബാക്കിലെ ഡോർ പാഡ് ഓൾമോസ്റ്റ് ഫുൾ വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ, ഹാൻഡിന്റെ പോർഷൻ മാത്രമാണ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ വീല്, ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്, അതിന് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു താഴെ നമുക്ക് ഒരു USB ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. സീറ്റ് ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെയാണ്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. സെന്റർ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മളിപ്പോൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം.
ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 7 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സെന്ററിൽ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൺറൂഫ് വരുന്നുണ്ടെങ്കിൽ സൺറൂഫിന്റെ ഓപ്പണിംഗ് ഇവിടം വരെ വരുന്നുള്ളൂ. അതിന്റെ ഹെഡ്റൂമിന് പ്രത്യേകിച്ച് യാതൊരു കൺസേൺസും വരുന്നില്ല. സ്പ്രിംഗ്ഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വശത്ത് നമുക്ക് ഗ്രാബ് ഹാൻഡിന്റെ കൂടെ ഒരു ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് പാർസൽ ട്രേ വരുന്നില്ല. പാർസൽ ട്രേ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. i20 മാഗ്ന വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് ഉള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ വേരിയന്റിൽ നമുക്ക് TPMS പോലെയുള്ള അഡീഷണൽ എക്സ്ട്രാ ഫീച്ചേഴ്സും കാണാവുന്നതാണ്. i20യുടെ എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നോർമൽ i20യുടെ എല്ലാ വേരിയന്റുകളിലും കൊടുത്തിരിക്കുന്നത് 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. ഹ്യുണ്ടായുടെ ടൈഡ് ആൻഡ് ഡസ്റ്റ് ആയിട്ടുള്ള ആ ഒരു VT പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IVT ഗിയർ ബോക്സ് ആയിട്ടാണ് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 19 കിലോമീറ്റർ പെർ ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 14-നും 16-നും ഇടയ്ക്ക് നമുക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. IVT ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒരു 13-നും 15-നും ഇടയ്ക്ക് നമുക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. എൻ ലൈനിൽ മാത്രമാണ് വേറെ എഞ്ചിൻ വരുന്നത്. അത് നമ്മുടെ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് എൻ ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ i20യുടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു എഞ്ചിന്റെ റിഫൈൻമെന്റ്. നമുക്ക് ഈ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും. വളരെ ക്വയറ്റായിട്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. ഇപ്പോൾ ഈ വാഹനം ഓണാണ് എന്നിട്ട് പോലും പ്രത്യേകിച്ച് യാതൊരു നോയ്സും നമുക്ക് അകത്തേക്ക് വരുന്നില്ല. ഈവൻ ഞാൻ വീഡിയോ എടുക്കുന്നത് റോഡിനോട് ചേർന്ന് തന്നെയാണ്. പുറത്തുള്ള റോഡ് നോയ്സ് പോലെ കാര്യങ്ങളൊന്നും പോലും നമുക്ക് അകത്തേക്ക് ലഭിക്കുന്നില്ല. വളരെ ക്വയറ്റായിട്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ i20ക്ക് മൺസൂൺ ഓഫറായിട്ട് ഏകദേശം 70,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. എൻ ലൈന് 65,000 രൂപ വരെ ഓഫർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ ലൈനൊക്കെ എടുക്കാൻ നോക്കുന്നവർ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു സീസൺ ടൈമാണ് ഈ മൺസൂൺ ഓഫർ. ഇപ്പോൾ ഈ വാഹനത്തിന് നമുക്കിപ്പോൾ പുതിയ 3 വേരിയന്റുകളിൽ മാഗ്ന അവൈലബിൾ ആണ്. നോർമൽ മാഗ്ന വേരിയന്റ് ഉണ്ട്, മാഗ്ന എക്സിക്യൂട്ടീവ് വേരിയന്റ് ഉണ്ട്, മാഗ്ന IVT ഓട്ടോമാറ്റിക് വേരിയന്റ് ഉണ്ട്. ഇപ്പോൾ മാഗ്ന എക്സിക്യൂട്ടീവ് ആണ് മാഗ്നയിൽ ഏറ്റവും കുറവ് പ്രൈസിന് വരുന്ന ഒരു വാഹനം. അത് നോർമൽ മാഗ്ന വേരിയന്റിൽ നിന്ന് കുറച്ച് ഫീച്ചേഴ്സ് ഒഴിവാക്കിയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. അതിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7,50,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 8,30,000 രൂപയാണ്. നോർമൽ മാഗ്ന വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ഷോറൂം പ്രൈസ് 7,78,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 8,50,000 രൂപ. ഈ പ്രൈസ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ്. IVT ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ 8,88,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,90,000 രൂപയ്ക്ക് ഈ കാണുന്ന ഈ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക്, അതും IVT ഓട്ടോമാറ്റിക് ഇപ്പോൾ ഈ i20യുടെ ഈ ഒരു വേരിയന്റ് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. ഹ്യുണ്ടായി കാറുകൾക്ക് ഇപ്പോൾ 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,450 രൂപ വെച്ചിട്ടാണ് അടവ് വരിക. വെറും 50,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയന്റ് അല്ലെങ്കിൽ i20യുടെ ഏത് വേരിയന്റും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാം. അവരെവിടെ വേണമെങ്കിലും ഡെലിവറി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.